ഞാനൊരു അൽക്കുലത്ത് കറിയാണ് ഉണ്ടാക്കിയത്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് 4-5 പച്ചമുളകും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാൻ വെള്ളത്തിൽ കുറച്ച് ഈത്തപ്പഴം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുരു കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂണും മുളകും പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാട്ടോ. എന്നിട്ട് ഞാൻ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ ഞാനത് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഈത്തപ്പഴം സോക്ക് ചെയ്ത് വെച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് കൊടുത്തു. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതൊന്ന് വറ്റിച്ചെടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഈത്തപ്പഴമൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നല്ലൊരു പുളിങ്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴവും മുളകൊക്കെ ആയിട്ട് അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.